അപ്പോൾ ഗായ്സ് നമ്മൾ രാവിലെ എണീറ്റേക്കണാണ്. ഇന്നിപ്പോൾ ഡേ 2. ഇന്നേക്ക് ഫുൾ ഡെസ്റ്റിനേഷൻ തീർന്ന സമയങ്ങൾ അടുത്തോണ്ടിരിക്കുകയാണ്. ഡോലറ്റ് നടച്ചിട്ടെ. ഇന്നലത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ തല പൊങ്ങണില്ല. ഒരു ക്ലോസ് ആയിട്ടുള്ള ഇത് എന്താണ് ഇന്നലെ തീർന്നതിൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു വീഡിയോ പോലും എടുക്കാൻ തല പൊങ്ങണില്ല. പിന്നെ ഇന്നിപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല തണുപ്പ് പോരാണ്ട് തന്നെ നല്ല സുഖം, രാവിലത്തെ കാറ്റും ഇതുമൊക്കെ കാരണം. അപ്പോൾ ഇനിയിപ്പോൾ പുറത്ത് പോയിട്ട് അവിടെ തണുപ്പുണ്ട്, ചായ നല്ല ചൂടോടെ കുടിക്കണം. മൂന്നാർ ചായ എപ്പിടി ഇരിക്കുമെന്ന് தெரியாது. ஆனால் ரொம்ப കേവലമാണ് ഇരിപ്പ് എന്ന് തോന്നണം. എന്തായാലും തമിഴണ്ണൻ്റെ കയ്യിൽ നിന്നുള്ള നല്ല ചൂട് ചായ കുടിക്കാൻ പോണത് കാണാം. അപ്പോൾ ഗൈസ് പുറത്ത് കാണുന്ന ആംബിയൻസ് ഇങ്ങനെയാണ്. നല്ല രേക്ക് കോടയിട്ട് കേൾക്കുന്നുണ്ട്. ക്യാമറയിൽ അത് അത്രയും കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം എത്ര മണി? ഇപ്പം ഏകദേശം ടൈം എത്രയായി? 6 മണിയായി. രാവിലെ 6 മണിക്കുള്ള സീനാണ്. ആ സൈഡൊക്കെ കണ്ട നല്ല കോട കെട്ടിയേക്കണേ. പിന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഇത് മഴയാന്ന് ഇത് വെള്ളം ഒഴുക്കിൻ്റെ ഒരു സൗണ്ട് കേൾക്കും. വാട്ടർഫോളും തോന്നുന്നു. ഓരോരുത്തരൊക്കെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കണം. ഇവിടെ ഒരു നിപ്പുണ്ട്, പക്ഷെ ഇരുട്ട് കാരണമൊന്നും കാണൂല. വെള്ളച്ചാട്ടം അപ്പുറത്തെ സൈഡാണ്. എന്താടാ ആ സൈഡ്. അപ്പൊ ഇവിടെ റിസോർട്ടിന്റെ പുറകില് മുമ്പിലാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടേക്കണത്. 2 ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ആ സൈഡിലും ഒരെണ്ണം അവിടെ അപ്പുറത്തെ സൈഡിലായിട്ടും ഇട്ടേക്കണേ. മൂൺ പോലും മര്യാദക്ക് ക്ലിയർ അല്ല കോട കാരണം. ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ രാവിലെ ഇറങ്ങിയേക്കണേ ചായ അടിക്കാൻ വേണ്ടി ഇവിടെ അടുത്ത് എവിടെങ്കിലും. പിന്നെ തണുത്തൊട്ട് പറിച്ചിട്ട് വയ്യ. ഇപ്പം ഒരു ടീഷർട്ടും ഒരു സ്വെറ്ററും ഒരു പാൻറ്റും ഷോർട്ട്സും പിന്നെ അതിൻ്റെ മേളിൽ ജീൻസും ഇട്ടിട്ട് പോലും കിടന്ന് വരച്ചോണ്ടിരിക്കണേ. അത്രയ്ക്കും തണുപ്പ് ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഒന്നുമല്ല, ഇതിൻ്റെ മേളിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാലുള്ള തണുപ്പാണ് ശരിക്കും ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നിസ്സാരമായ തണുപ്പാണ്, പക്ഷെ എന്നാലും സഹിക്കാൻ പറ്റുള്ള. കൈയൊക്കെ ഒരുമാതിരി മരവിച്ച് വെക്കണേ. പിന്നെ ഇത് ഫോണൊക്കെ ആണെങ്കിൽ ഹീറ്റ് പോലും ആവുള്ള. സാധാരണ ഇത് ഹീറ്റ് ആവേണ്ടതാണ്, പക്ഷെ ഹീറ്റ് ആവുള്ള. മരവിച്ച് വെക്കണേ. എത്ര വീഡിയോ എടുത്തിട്ടും മരവിച്ചിരിക്കണേ. അപ്പോൾ മൂന്നാർ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് സംഭവം സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്ന ട്രിപ്പായതിനാൽ ഇത് അവസാനത്തെ ഒരു സ്കൂൾ ടൂറിനുള്ള കോൺസെപ്റ്റാണ്. ഇത് വ്ളോഗ് ചെയ്യണത് പെർഫെക്ഷനാണ് അല്ല എന്നറിയില്ല, എന്നാലും ചെയ്യണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള രീതിയിൽ വിചാരിക്കുന്നു. എനിക്ക് പേഴ്സണലി പറയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാനൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വ്ളോഗറും കാര്യമൊന്നും അല്ല. എന്നാൽ പോലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം ഞാൻ ക്രിയേറ്റിവിറ്റി ആഡ് ചെയ്യാനായിട്ട് നോക്കും എന്ന വിശ്വാസത്തിലാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ സ്ലാങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡയലോഗ്സ് നിങ്ങൾക്ക് മനസ്സിലാവുള്ള അല്ലെങ്കിൽ പിടിക്കാനുള്ള എന്നുള്ള കോൺസെപ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്കുള്ള ചോയ്സ് ആണെങ്കിൽ കണ്ടാൽ മതി. ഓക്കെ, ഞാൻ ആരെയും കമ്പൽ ചെയ്യണില്ല. സോ ഇഫ് യു നീഡ് ജസ്റ്റ് സ്റ്റേ ഹിയർ ഓർ എൽസ് സ്റ്റെപ്പ് ബാക്ക്. ഓക്കെ, എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി, ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടണ്ട. ഒരു ചിന്ന ഡയലോഗാണ്. ഓക്കെ, ഇവിടെയൊക്കെ നല്ല ആംബിയൻസ് രാവിലെ കാണണം പുള്ളേ, സെറ്റാ.
അവിടെ നിന്ന് ചൂട് ചായയും രതീഷും ഒരു പരിപ്പുടയും കഴിക്കാനായിട്ടുള്ള കോൺസെപ്റ്റിൽ നടക്കണേ. മിക്കവാറും ഇങ്ങനെ നടന്ന് ടൗണിലോട്ട് എത്തുമെന്ന് തോന്നുന്നു ഐ തിങ്ക്. പിന്നെ തണുപ്പ് ആവശ്യത്തിനുള്ളതുകൊണ്ട് മൂക്കൊക്കെ തുറയാനുള്ള സൗണ്ട് നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുക എങ്ങനെ കിടന്ന് ഞാൻ പറഞ്ഞതെന്ന്. കോഴിയും ടൈമിങ് കറക്റ്റ്. ഇവന്മാരിത് എവിടെയാണോ ആവോ, ഇത്രയും പുറകിലാണോ? അപ്പോൾ ചായക്കട എത്തിയിട്ട് കാണാം ഗൈസ്. ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. ഇതൊരു ഷോർട്ട് സ്കൂൾ ടൂർ, സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് പാർട്ടായിട്ട് ഇടുന്നതായിരുന്നേക്കും. അപ്പോൾ ഗൈസ് നമ്മ കടയിൽ എത്തിയിരിക്കുന്നു ടൗണിൽ. പിന്നീട് ചായ ഒരു തുളയുള്ളൊരു വടയും ഓർഡർ ചെയ്തിരിക്കുന്നു. എന്ത് കുഞ്ഞിത്തുളയാണ് ഗൈസ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ കുഞ്ഞിത്തുളയും കൊണ്ട് തിന്നു തീർക്കാനായിട്ടുള്ള പ്ലാനാണ് അല്ലേ ജോക്സി? അത്രേ ഉള്ളൂ അല്ലേ മച്ചു? ഓക്കേടാ മിതു അല്ലേ? സെറ്റ്. അപ്പോൾ ചായ കുടിയും കടി കഴിക്കലും പിന്നെ കുറച്ച് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി കാര്യങ്ങളായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടം വരെ എത്തി. പിന്നെ ഇനിയിപ്പോൾ നേരെ റിസോർട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് ചെറിയ രീതിയിൽ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് സെറ്റാക്കി ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പുറപ്പെടാനായിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ ബാക്കി എന്തൊക്കെയാവുമെന്ന് അറിയില്ല, എന്നാലും നോക്കാം. ഇതുവരെ ഇപ്പം എത്ര മണിയാടെ? 7:30 ആകുമ്പോൾ. എന്നിട്ട് ഇതുവരെ സൂര്യൻ മര്യാദക്ക് തെളിഞ്ഞിട്ടില്ല. ഇപ്പോഴും കോടമഞ്ഞിൻ്റെ അകത്ത് മൂടിയിരിക്കണേ, കൈയൊക്കെ ഇപ്പോഴും ഫ്രീസ് ആയിട്ടിരിക്കണേ. തണുപ്പ് ഇതുവരെ മാറുള്ള ഗൈസ്, അത്രയ്ക്ക് സെറ്റാണ്. പിന്നെ ഇപ്പോൾ കാണുന്ന ഫുള്ളും കോടമഞ്ഞ് കെട്ടിയേക്കണേണ് മേളിൽ, സൂര്യൻ പോലും മറിഞ്ഞിരിക്കണേ. എന്നാലും ഇവിടെ കുറച്ച് നേരത്തേന് ഇങ്ങനെയൊക്കെ ആയിരുന്നേക്കും, പിന്നെ ബാക്കി പോണ വഴിക്ക് കാണാം. ഇപ്പം നമ്മുടെ ഡേ 2 ഫസ്റ്റത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കണേണ് എറവൻകുളം നാഷണൽ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത്. മാനക്കണ്ട് ഇപ്പൊ കണ്ടുള്ളൂ. ഇതിപ്പോൾ ബസ് കയറാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്യൂ പോലത്തെ ഒരു സെക്ഷനാണ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് കുറച്ച് നേരം കറങ്ങിത്തിരിഞ്ഞ് ലോഡായിട്ടാണ് ബസ് കയറാൻ പോകണമെന്നാണ് പറഞ്ഞത്. ആവശ്യത്തിനധികം തിരക്കുണ്ട്. ഇതിപ്പോൾ പല സ്കൂളിൽ നിന്നും കൂടെ ആയതുകൊണ്ട് പിന്നെ കുറേ ആൾക്കാർ കാണാനും മഞ്ഞുകൊണ്ട് ആവശ്യത്തിനുണ്ട് തിരക്ക്. അപ്പോൾ നമ്മ എങ്ങോട്ട് പോകാൻ പോണേ? വീട്ടിലോട്ട് പോകാൻ പോകുന്നത് അല്ല ഗൈസ്. നമ്മൾ കുറച്ച് ആട്, മാന്, കുയില്, മയില്, കാക്ക, പരുന്ത് എല്ലാം இந்த காட்டுல மானு, முயல், யானை, மயில், இந்த காக்கா, கழுகு എല്ലാത്തിനെയും കാണാൻ പോണേ ഗൈസ്. എത്തിയിട്ട് കാണാം, ബാറ്ററിക്ക് ചാർജ് ഉണ്ടെങ്കിൽ. വരയാടിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സ്പെഷ്യൽ സോണാണെന്ന് തോന്നാൻ. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൻ്റെ മേളിലൊക്കെ കയറിയിരിക്കണം, നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ ആ സൈഡിലുണ്ട് കുറേ. കൊള്ളാം. ക്ലോസപ്പിൽ കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ, എന്നാലും ഫീഡിങ് ടൈമായി വരണം ഇപ്പം. അപ്പോൾ അവർ ഫുഡ് കഴിക്കട്ടെ. ഇപ്പൊ അതൊക്കെ ഇങ്ങനെ കറക്കി നമുക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. അങ്ങനെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ റെഡി ആയിട്ടുണ്ട്. ആടിനെ ഇറക്കി വെക്കാം. ആടൊക്കെ ഇങ്ങനെ ഗ്രിൽ ചെയ്ത് സുഖമായിട്ട് ഇങ്ങനെ കിടക്കാം. ഈ ആടിനെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോകണം.
സംഭവം അടിപൊളി. അപ്പൊ ശരി എന്നാ ബൈ. ഫിറോസിക്കനെ വിളിച്ചിട്ട് വരാം. സാഹചര്യം മൂലം ഒരു ആനേനെയും കൂടെ കാണാൻ പറ്റി. അപ്പോൾ അങ്ങനെ എരവക്കുളം നാഷണൽ പാർക്ക് കയറി കണ്ട് ആടിനെ കണ്ട് എല്ലാത്തിനെയും കണ്ട് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടുപോലെ. ഇനിയിപ്പോൾ നേരെ വണ്ടിയിൽ കയറി പോകാനായിട്ട് പോണേണ് അടുത്ത ലൊക്കേഷൻ അല്ലെങ്കിൽ ഫുഡിലോട്ട്. അപ്പോൾ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തിരിച്ച് വണ്ടി കയറണേ. ഒരു യോഗത്തെ എല്ലാവരും. അപ്പോൾ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ബസ്സിലോട്ട് കയറിയേക്കണേണ്. ബാക്കിയുള്ളവരൊക്കെ കഴിച്ചു തന്നെ ഉള്ളൂ. അപ്പോൾ റോട്ടിൽ കുറച്ച് എന്താണ് പെൺപിള്ളേരെ കിട്ടിയതാണ്. നല്ലതായിട്ട് ഡാൻസ് മൂവ്മെൻറ്റ്സ് കുറച്ച് നേരമെങ്കിൽ ഒരു കുറച്ച് സെക്കൻഡ്സ് എൻജോയ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കണേണ് സെയിം രാവിലെ കഴിച്ച റെസ്റ്റോറൻറ്റിൽ നിന്ന്. ഇപ്പോൾ ഏകദേശം 5-5:30 ആയിട്ടുണ്ട്. അടിമാലി എത്തിയേക്കണ ഒരു സഫാരി റെസ്റ്റോറൻറ്റിൽ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻ്റ് ഉള്ള സ്ഥലത്ത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് അടിക്കാൻ വേണ്ടി രാവിലെ വന്നതാണ്. പോരാണ്ട് ഇപ്പോൾ ചെറിയ സ്നാക്സ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പതുക്കെ ഒന്ന് വിട്ടുപിടിക്കണം. പീറ്ററൊക്കെ നമ്മളെ പറ്റി തരില്ല. अभी देखो चूपिस्तानु നീ രാജാവോ നിന്റാവെല്ലാം എന്നും എനിക്കല്ലേ. ചോക്ലേറ്റ് പിള്ളേരെ നിങ്ങൾ എന്നെ നോക്കണ്ട, ഇവനെന്നും കൂടെയുണ്ടേ. ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞിട്ട് മതി നമ്മുടെ സന്തോഷം എന്ന് വിചാരിച്ച ഇത് അതിനെ സമയം കണ്ടെത്തുന്നു. പിന്നെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ മുടിയൊക്കെ നരയ്ക്കും. அன்பரே என் வழியில் சேர்ந்தவரே அன்பரே. நினைத்தால் நிலாவில் இறைத்தால் நிலவள்ளி தின்று விழ
നമ്മുടെ പരിപാടികളെല്ലാം അവസാനിപ്പിച്ചേക്കണത് ഈ കാണുന്ന സ്പ്രൈറ്റ് എന്ന് പറഞ്ഞ ഈ സംഭവം കൊണ്ടാണ് അവസാനിപ്പിച്ചേക്കണത്. അപ്പോൾ എവരി വൺ ചിയേഴ്സ്, ഹാവ് എ നൈസ് ഡേസ് കമ്മിങ്. ഇറ്റ്സ് മീ അമൽ കൊച്ചി സൈനിങ് ഔട്ട്. ടേക്ക് ബൈ ബൈ. ഇനി അടിപൊളി കിടിലൻ വീഡിയോസുമായിട്ട് വരാനായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് സങ്കടത്തോടെ ടാറ്റ ബൈ ബൈ ഗൈസ്. അപ്പോൾ സ്പ്രൈറ്റ് ചിയേഴ്സ്.